മൊത്തം കത്തിപ്പോയതാടാ. അവിടെ പേടിച്ചിട്ട് ആദ്യം കയറിയപ്പോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കാനിയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ബ്ലാക്ക് കാനിയൻ നാഷണൽ പാർക്ക്. അവിടെ നമുക്കിങ്ങനെ സ്റ്റീപ്പായിട്ടുള്ള ഭയങ്കര ക്ലിഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്കവിടെ പോയിട്ട് കാണാൻ പറ്റും. നമുക്കത് വഴിയെ കാഴ്ചകളൊക്കെ കാണാം. ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റൂം ചെക്കൗട്ട് ചെയ്ത സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ബർഗർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്കത് എപ്പോഴും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന ബ്രെഡ് പിന്നെ അതിൻ്റെ സ്പ്രെഡും വെച്ചിട്ട് കഴിക്കുകയാണ്. കാറിൽ തന്നെ കഴിക്കും. എന്നിട്ട് നമ്മളിപ്പം പോകുന്ന വഴി ചെറിയൊരു വാട്ടർഫാൾ സംഭവം വെറുതെ, അത് പ്ലാനിലില്ലായിരുന്നു. മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. ഫോട്ടോസ് കണ്ടപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി. പോയി നോക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. വന്ന വഴിനെ തിരിച്ചൊന്ന് ബാക്കോട്ട് പോകണം. നമ്മളത് മിസ്സായിപ്പോയി. നമുക്കറിയില്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. ഇവിടെ വന്നപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പം നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ബ്ലാക്ക് കാനിയനിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പം ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ ഈ ഫുഡൊക്കെ കഴിക്കട്ടെ ഞങ്ങൾ, എന്നിട്ട് പോയി നോക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ നമ്മൾ നിന്ന സ്ഥലം ഇച്ചിരി മരുഭൂമി സെറ്റപ്പാന്നുള്ളത്. അത് നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. മൗണ്ടൈൻ്റെ ഒക്കെ ടെക്സ്ചറൊക്കെ മാറിയാണല്ലേ, ഒരു ബ്ലാക്ക് കളറായി. ചിതൽപുറ്റിൻ്റെ വലിയൊരു രൂപം എന്ന് പറയില്ല, അതേമാതിരി ഉണ്ട് കാണാൻ. അപ്പോൾ അങ്ങനത്തെ ഇതുപോലത്തെ മലകൾ കൂടുതലുള്ള ഒരു സ്ഥലത്തേക്കാണ് ബ്ലാക്ക് കാനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് സെറ്റ് ചെയ്തേക്കുന്നത് അവർ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നുണ്ടാവുക. അവിടെ ഇതിനെക്കാട്ടും സ്റ്റീപ്പായിട്ടുള്ള മൗണ്ടൈൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് കറക്റ്റ് മുകളിൽ കയറി ഭയങ്കര സ്റ്റീപ്പിലേക്ക് നമുക്ക് വ്യൂ ഉള്ള പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ. എന്തായാലും ഞങ്ങൾ പോയിക്കൊണ്ട് കാണാം. ബൈ ദ വേ പറയാൻ വിട്ടു, മറ്റേ നമുക്ക് നമ്മുടെ വെള്ളം തീർന്നു, പിന്നെ അതുപോലെ ക്യാമ്പ് ലൈറ്റ് അത് ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊരു വാൾമാർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഇത് രണ്ടും വാങ്ങിച്ച്, വെള്ളവും ലൈറ്റും വാങ്ങിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പോൾ അത് വാങ്ങണം. അതില്ലെങ്കിൽ നമ്മൾ പെട്ടു. ലൈറ്റില്ലെങ്കിൽ അറിയാല്ല, ലൈറ്റില്ലെങ്കിൽ നമ്മൾ പെട്ടു. അന്ന് രാത്രി ക്യാമ്പ് തന്നെയായിരിക്കും മിക്കവാറും. അവിടെ എങ്ങും നമുക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഒരു അവിടെ ഒരു ഇതുണ്ട്, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ അവൈലബിലിറ്റി ഉണ്ട്, നമുക്ക് കയറാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നോക്കിയപ്പം ഒരു 10-25 എണ്ണം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ കിട്ടണ്ടോ, പോയി നോക്കാം. അങ്ങനെ നമ്മുടെ സ്വന്തം വാൾമാർട്ട്, വീണ്ടും വാൾമാർട്ട്. അർക്കൻസ് എങ്ങനെ വന്നിട്ട് ഇവിടുന്ന് വീണ്ടും വാൾമാർട്ടിലേക്ക്. അങ്ങനെ ലൈറ്റ് കിട്ടി. അയ്യോ, വണ്ടി നീങ്ങുന്നു. ഫുഡ് ഐറ്റംസ് മറ്റേതിലേക്ക് നമുക്ക്. നമ്മളിത് ഒരു ഇലക്ട്രോലൈറ്റ് വാട്ടർ വാങ്ങിച്ചു, കാരണം പിന്നെ സാലഡ് കിറ്റ് വാങ്ങിച്ചു, ചോറ് വാങ്ങിച്ചു. കാരണം ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AMS വരുമല്ലോ. AMS ഇന്നലെയൊക്കെ നല്ല തലവേദനയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒന്ന് വാങ്ങി കുടിച്ചപ്പോഴാണ് നമുക്കൊരു സമാധാനം വന്നത്. അപ്പോൾ ഇനി വീണ്ടും പോന്നാലേ. അപ്പോൾ വാൾമാർട്ടിൽ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. എന്നാലും നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള ഇവിടെ ഒരു റൈഫിൾ വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, അവിടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം.
നമ്മളിത് ഇവിടെയുള്ള ഈ ഒരു പാർക്കിലെത്തി കേട്ടോ. എന്താ ഉള്ളത് നോക്കട്ടെ. വാട്ടർഫാൾ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ പറ്റിക്കുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞൂടാ. ഇവിടെ ചെറിയ സാധനം അങ്ങനെ കാണുന്നുണ്ട്. ഇതാണ് അവർ വാട്ടർഫാൾ എന്ന് പറഞ്ഞു, അറിയില്ല. പോയി നോക്കാം കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ആടാ ഉണ്ട്, ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് ഇവിടെ. അങ്ങനെ ആ പുള്ളിക്കാരൻ നമ്മൾ മറ്റേടത്ത് കണ്ടതല്ലേ? ആ, അവിടെ ഒരു പുള്ളിക്കാരുണ്ടേ. പുള്ളിക്കാരൻ ഇന്നലെ മെറൂൺ ബിൽസിൽ നമ്മൾ പോയപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പുള്ളിക്കാരൻ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ആടാ അടിപൊളി ഒരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. കൊള്ളാം. അധികം നടക്കാനൊന്നുമില്ല, ഇതിലേ വന്ന്. ആഹാ അടിപൊളി. അടിപൊളിയേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി പോടാ. ഇതിലേ പോയിട്ട് നമുക്ക് ഇവിടേക്ക് ആക്ച്വലി ഉണ്ടല്ലോ, നമുക്ക് ഇതിലേ കയറി അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകാമെന്നാണ് തോന്നുന്നത്, ആ ഒരു വാട്ടർഫാളിൻ്റെ ഉള്ളിൽ കൂടി. അപ്പോൾ ഞാനേ ആ വിഷ്വൽസ് കാണിച്ചു തരാം. കൂടുതൽ വ്ളോഗൊന്നും എടുത്ത് വെറുപ്പിക്കുന്നില്ല. ഞാൻ ആ വിഷ്വൽസ് 360 എടുത്തിട്ട് കാണിച്ചു തരാം. വെള്ളം നല്ലോണം പാറുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലേ എങ്ങനെ കയറാം കേട്ടോ അങ്ങോട്ടേക്ക്. സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളി. ഈ വെള്ളം ഭയങ്കര കാൽസ്യം റിച്ച് ആയിട്ടുള്ള വെള്ളമാണെന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മൗണ്ടൻസ് ഈ പാറകളിലൊക്കെ തട്ടിയാണല്ലോ വരുന്നത്. വെറുതെ പാറയൊക്കെ നോക്കിയതാ അടിപൊളിയേ. കണ്ടോ, കുറേ ഇതിനകത്ത് എന്തൊക്കെ പൊത്ത് പോലെ ഉണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാവാമോ? ഇത് ആഹാ അപർണ കേട്ടോ, ഇവര് പോയോ കേട്ടെ. ആ എടാ കിടിലൻ കേവ്. ഓക്കെ, ശരിക്കുണ്ടല്ലോ ചിതൽപുറ്റില്ലേ, അതിൻ്റെ ഉള്ളിൽ കയറിയ മാതിരി. ഓ പൊളി, വലിയ ചിതൽപുറ്റില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിതൽപുറ്റ് പോലെ ഉണ്ട് മൗണ്ടൻസ് ഒക്കെ കാണാൻ. അതേപോലത്തെ ചിതൽപുറ്റുകൾ. ഇതൊക്കെ റോക്കാട്ടോ, നല്ല തണുപ്പുണ്ട്. നോക്കി, വാവ്. ഇതിന്റെ ടെക്സ്ചറൊക്കെ നോക്കുക. എൻ്റെ മോനെ കിടിലൻ. അവിടെ അവിടെ പോയാവോ? അവറാ ഈ തെരഞ്ഞെടുക്കുകയാണോ? ഇവിടെ ഒരു ഗുഹ, അതിനുള്ളിൽ പുറ്റ് കേവ് നോക്ക്, പുറ്റ് പോലെ ഉണ്ട്. ചെതൽപുറ്റില്ലേ അതേപോലെ. ആദ്യം കയറിയപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, അല്ല കരടിയോ അങ്ങനത്തെ എന്തോ ഉണ്ടോന്നുണ്ട്. ഓ എന്ത് തണുപ്പറിയോ. വാ വാ വാ, പേടിയൊന്നും വേണ്ട. ഞാൻ ഒരു പ്രാവശ്യം കയറി റൗണ്ട് അടിച്ച് വന്നാ. ഞാൻ വീഴാൻ പോയതാടാ. ശിവാജി എൻ്റെ മോനെ നോക്കിയേ. ആഹാ അടിപൊളി.
ഞങ്ങളിത് ആ പാർക്കിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വാട്ടർഫാളും കേവൊക്കെ ആയിട്ട്. ആക്ച്വലി അവർ എഴുതി വെച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഫുള്ള് മിനറൽസും കാൽഷ്യം അടങ്ങിയിട്ടില്ലാന്ന്. കാരണം ആ പാറേൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടില്ലേ, ആ പാറേൻ്റെ അതിൻ്റെ മുളകൊക്കെ ഇങ്ങനെ തട്ടി ഇങ്ങനെ വരുന്നതുകൊണ്ട് ഫുള്ള് മിനറൽസാണ്. മറ്റേ ചാർലി മൂവിയിൽ പറയൂലേ, ഫുള്ള് മിനറൽസാണ് കുടിച്ചോന്ന്. അതെ, കംപ്ലീറ്റ് മിനറൽസാണ്. ഓക്കെ, എന്തായാലും ഇനി നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. ഇനി ഇവിടുന്ന് എത്ര മിനിറ്റ് ഉണ്ട്? മിനിറ്റല്ല, അതിന് എനിക്ക് തോന്നുന്നൊരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അത്രയുണ്ട്. അപ്പം ഇനി പോകണം. അതിലേക്ക് പാർക്കിലേക്ക് കയറുമ്പോൾ ഒരു എൻട്രി പെർമിറ്റ് പോലെയൊക്കെ ഒരു സാധനമുണ്ട്, $10 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവിടെ ആരും ഇല്ല, അവിടെ ആരും ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. അവിടുന്ന് നമ്മൾ തന്നെ സെൽഫായിട്ട് പർച്ചേസ് ചെയ്യുന്ന സാധനമാണ്. എനിവേ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, നമ്മളിങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരുമ്പം തന്നെ ഈ ചെറിയ റോഡിലാണെങ്കിലും റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കുറേ RV പാർക്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് നേരെ കണ്ടില്ലേ ആ മൗണ്ടെയ്ൻസ്, ഇങ്ങനെ ആ ബ്ലാക്ക് കളറിലുള്ള മൗണ്ടെയ്ൻസ് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അതൊരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മളിനി നേരെ പോയിട്ട് ഇവിടുന്ന് നേരെ ഹൈവേയിലേക്കായിരിക്കും കയറാൻ പോകുന്നുണ്ടാവുക. ഹൈവേ വഴിയായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. ഇതിപ്പം ആ പാർക്കിൽ നിന്ന് വരുന്ന വഴിയാണ്, ചെറിയ റോഡാണ്. ഇനി നമ്മൾ നേരെ ഇപ്പം ഇവിടുന്ന് ഹൈവേയിലേക്ക് കയറും കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു മൗണ്ടെയിൻ ഫോർമേഷൻ കണ്ടോ, ഇത് ആക്ച്വലി പറയുന്നത് ഗ്രാൻഡ് മേസ മൗണ്ടെയിൻ ഫോർമേഷൻ എന്നാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കണ്ട സമയത്ത് ഇതിൻ്റെ ഹിസ്റ്ററി വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കിയ സമയത്ത് എന്താ അറിയാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാണുന്ന നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുന്നേ ഒരു നദിയുടെ തീരങ്ങളായിരുന്നു ഇതൊക്കെ അതായത് ഇതിൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ നദിയുടെ തീരങ്ങളായിരുന്നു ഇതൊക്കെ. ആ സമയത്ത് വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിട്ട് ലാവ ഈ നദീൻ്റെ തീരത്ത് വന്ന് സെറ്റായി അങ്ങനെ ലെയറായിട്ട് വന്നിട്ട് ഇങ്ങനെ ഉറച്ച് അങ്ങനെയാണ് ഈ ഒരു മൗണ്ടെയിൻ ഫോർമേഷൻ, അതായത് ഗ്രാൻഡ് മേസ, അതായത് ഒരു മേശ രൂപേണ ഉണ്ടായത് എന്നാണ് ഹിസ്റ്ററി നമുക്ക് അതായത് നെറ്റിനകത്ത് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് കേട്ടോ. അതൊക്കെ ഭയങ്കര ഒരു പുതിയൊരു ഇൻഫർമേഷനാണ് ഇതൊക്കെ. കാരണം ഒരു ഇതുമില്ല, കുറേ മൗണ്ടെയിൻസ് കണ്ട് മാത്രം പോയാൽ പോരല്ലോ, അത് എങ്ങനെയാണ് ഫോർമേഷൻ ആയത് എന്നൊക്കെ ഉള്ളത് അറിയുമ്പോൾ നല്ലൊരു ആശ്ചര്യം കേട്ടോ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും കൊള്ളാം, നല്ല പുതിയ ഇൻഫർമേഷൻസൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടാണ് ഓരോ യാത്ര. അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ സംഭവങ്ങൾ, ഓരോ ജിയോളജിക്കലായിട്ടുള്ള പല സംഭവങ്ങളും പഠിച്ച് അങ്ങനെ പോകുമ്പോഴാണല്ലോ യാത്രയ്ക്കൊരു പൂർണ്ണത ഉണ്ടാവുക. പിന്നെ ഈ ഗ്രാൻഡ് മേസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. സാധാരണ നമ്മുടെ നാട്ടിലെ മലകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കൂർത്ത രൂപേണ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലല്ലേ മുകളിലുണ്ടാവുക. ഈ ഗ്രാൻഡ് മേസ ആണെങ്കിൽ നമ്മളൊരു ട്രയാങ്കിൾ വെച്ചിട്ട് മുകളിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലത്തെ ഭാഗം ഒരു ഫ്ലാറ്റ് സർഫേസ് ആവില്ലേ, അതാണ് ഈ ഗ്രാൻഡ് മേസ എന്ന് പറയുന്നത്. അതായത് മേസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പോർച്ചുഗീസിലാണെന്ന് തോന്നുന്നു. മേസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ മേശയല്ലേ, അത് തന്നെയാണ്. അതിപ്പം മലയാളത്തിലും നമ്മൾ മേശ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫോർമേഷന് എന്താ പറയുക, ഗ്രാൻഡ് മേസ ഫോർമേഷൻ എന്നുള്ള രീതിയിൽ പേര് വന്നത് കേട്ടോ. നമ്മളിപ്പോൾ നല്ല കിട്ടിലൻ അടിപൊളി രസമുള്ളൊരു റൂട്ട് കൂടി ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2 സൈഡിലും ഈ പറയുന്ന മലകളും പിന്നെ എഗെയിൻ ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മളിപ്പം ഒരു മണൽത്തിട്ട പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോക്കൊക്കെ പൊടിഞ്ഞ് ആ ഒരു ഫോർമേഷൻ, അതായത് അടുത്ത സ്റ്റേജിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അതായത് മൗണ്ടെയിൻ്റെ ഒരു ഫോർമേഷൻ, ഓരോ ഘട്ടത്തിലെയും ഫോർമേഷൻ നമ്മളിങ്ങനെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഇതിൻ്റെ ജിയോളജിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഇത് റിയലി കണക്റ്റഡ് ആയിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. മൗണ്ടെയിൻസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കും പിന്നെ ഈ ജിയോളജിക്കൽ പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ റൂട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ആശ്ചര്യമായിരിക്കും കേട്ടോ.
സോ നമ്മളങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ടു. ആ ഗ്രാൻഡ് മേസ അതിലേക്ക് അങ്ങനെ വന്നു. അടിപൊളി സീനിക് ഡ്രൈവാണ് എടുത്തോ. അതുകൊണ്ട് ഒരു ചെറിയൊരു സിറ്റി എത്തിയ സമയത്ത് നമ്മൾ അമേരിക്കയുടെ ദേശീയ ഭക്ഷണമായ ബർഗർ കഴിച്ച് വിശപ്പടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പം വലിയ കടകളൊന്നും കാണുന്നില്ല ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ. സോ ബർഗർ ഓക്കെ, ചോറ് കിട്ടിയത് ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രാൻഡ് മേസേൻ്റെ ഇങ്ങനെ ഫുള്ള് കാണാം കേട്ടോ. ചുറ്റിലും ഈ സൈഡിൽ മൊത്തം അങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇതിന് നടുവിൽ ചെറിയൊരു സെറ്റപ്പ് കൊള്ളാം. കഴിക്കട്ടെ ഞങ്ങൾ ജങ്കി ബങ്കി ഫുഡ്സ്. കൊള്ളാം, നല്ല വിശക്കുന്നുണ്ട്. രാവിലെ ബ്രെഡ് മാത്രം കഴിച്ചിറങ്ങിയാലേ. എനിക്ക് തോന്നുന്നു നമ്മൾ ട്രിപ്പിൽ പോകുന്ന ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല എന്ന് തോന്നുന്നില്ലേ. പ്രാധാന്യം കൊടുക്കായിട്ടല്ല, നമ്മളെ കണ്ണിൽ അതൊന്നും പെടുന്നില്ല. സ്ഥലം കണ്ട് നടക്കന്നെ. ഫുഡ് കഴിക്കാൻ മറന്നു പോകും. അതിന് വിശക്കാൻ മാത്രം ഫുഡ് കഴിക്കുക തന്നെ. നിങ്ങളിത് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നേരെ മുന്നോട്ട് നീങ്ങി തുടങ്ങി കേട്ടോ. നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്ത് തുടങ്ങി. നമ്മൾ ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്നപ്പോൾ നടുവിലൊരു ചെറിയൊരു സിറ്റി കണ്ടു. അവിടുന്ന് എന്തായാലും ഭക്ഷണം കഴിച്ചപ്പോൾ നന്നായി തോന്നുന്നു. കാരണം നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ രണ്ട് സൈഡും ഇപ്പം മരുഭൂമിയാണ്. നേരെ ഇങ്ങനെ പോവാണ്. ഡ്രൈ മൗണ്ടെയ്ൻസ് ആണ് ഫുള്ള്. ഓപ്പൺ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് അടുത്തൊരു സിറ്റി എത്തുന്നതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നു ഒന്നും വേറെ ഒരു ഫുഡും കാര്യങ്ങളും ഒന്നും കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചത് എന്തായാലും നന്നായി. പെട്രോൾ അടിക്കാനാണെങ്കിലും അവിടുന്നൊക്കെ അടിച്ച് പോകുന്നത് എന്തായാലും നന്നായി. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ യാത്ര. ചുറ്റിഭാഗം മൊത്തം ഇതാട്ടോ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേ യുട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ യുട്ട എന്നല്ലേ പറയാ, യൂട്ട എന്ന് പറഞ്ഞിട്ടുള്ള തോന്നുന്നത് യൂട്ട സ്റ്റേറ്റിന്റെ ബോർഡർ കൂടിയാ കേട്ടോ. കൊളറാഡോ യൂട്ട ബോർഡറിൽ കൂടിയാ പോകുന്നത്. ആ സൈഡില് യൂട്ടയാണ്, ഈ സൈഡിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊളറാഡോ. ഇനി യൂട്ടയിലേക്ക് ഇറങ്ങുമ്പോഴും മൊത്തം ഇതേപോലത്തെ ഒരു സെറ്റപ്പാണ്. അത് ഐ മീൻ മൗണ്ടെയ്ൻസും കാര്യങ്ങളൊക്കെ, ടെറൈൻസൊക്കെ. അതെ, ടെറൈൻസ് കറക്റ്റ്. ഈ ടെറൈൻ തന്നെയാണ്. ഈ ഡ്രൈ മൗണ്ടെയിൻ ആണ് അവിടേക്കൊക്കെ ഉള്ളത്. ടേബിൾ മേസ, അതെ ആ സംഭവം. അവിടേക്കൊക്കെ കുറച്ച് പച്ചപ്പ് കാണുന്നുണ്ട്. പക്ഷെ ചെറിയ ചെറിയ പച്ചപ്പ്, പക്ഷെ ബാക്കിയൊക്കെ ഡ്രൈ ആട്ടോ. എന്തൊരു സ്ഥലങ്ങളല്ലേ, ഇങ്ങനെയും ഭൂമിയിൽ സ്ഥലങ്ങളുണ്ടല്ലേ. ഇതിലും എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ വേറെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഈ വ്യൂസ് ഒക്കെ കാണുന്നുണ്ടാവും. കാരണം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓടിക്കാനും പറ്റൂല. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റുള്ളൂ. ബാക്കി വണ്ടി ഓടിക്കണ്ടേ. കൊള്ളാം. നമ്മൾ വന്നുകൊണ്ടിരുന്ന ഹൈവേന്ന് നമ്മളൊരു ഡീവിയേഷൻ എടുത്തു, ഉള്ളോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട റോഡാണ്, ആൾക്കാരൊന്നും അധികം ഇല്ല. നല്ല അടിപൊളി റോഡ് കേട്ടോ. ചുറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞപ്പൂക്കളും മലനിരകളും മാത്രം, ചുറ്റും മലകളും. അതാണ് ഈ കാണുന്നത്. നമ്മൾ ലേറ്റായോ? ഇല്ല, 3:30 ആയിട്ടേ ഉള്ളൂ. 1 hour അവിടെ എത്തി. 1 hour ക്ലോസ് ചെയ്യും. അല്ല അതാ ശരിയാ, സത്യം. അതെന്തായാലും നന്നായില്ലേ, ഞങ്ങൾ ഇറങ്ങൂലേ, ഞങ്ങളങ്ങനെ നോക്കിക്കും. നല്ല റോഡ് കേട്ടോ, അടിപൊളി. എൻ്റെ അവൻ ഈ ഒരു ഏരിയ മൊത്തം കത്തിപ്പോയത് കേട്ടോ. കാട്ടുതീ വന്നിട്ട് കത്തിപ്പോയ ഏരിയയാണ് ഇതൊക്കെ കാണുന്നത് നമ്മൾ. വിൽഡർനെസ് പെർമിറ്റ് റിക്വയർഡ് ഫോർ ഓൾ ഇന്നർ കാനോൺ യൂസ്. ഓ നോക്കി, ഇവിടെ ഇവിടെയൊക്കെ കാട്ടുതീ വന്ന സ്ഥലം. അതൊക്കെ കത്തിപ്പോയതാ. നോക്കി, ഒരു ഭീകരത.
അല്ലേ? എൻ്റെ മോനെ, ബ്ലാക്ക് കാനിയൻ നാഷണൽ പാർക്ക്. വാ അടിപൊളി. നമുക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. എല്ലാവരും തിരിച്ചിറങ്ങാനുള്ള പാപ്പാ. You want my ID card? No, not for Okay. this transaction. All right, cool. It's ready. Oh, Okay, cool. hang on 1 second for your receipt. Mhm. Okay, hang on to your receipt. That's your pass and the visitor center straight ahead. Thank you so Thank much. you. Have a Bye. good day. Thank you. ഇവിടെ മൊത്തം കത്തിപ്പോയതാടാ. കാട്ടുതീ വന്നിട്ട് കത്തിപ്പോയ ഏരിയ. അയ്യോ, എൻറ്റയർലി ഡിഫറെൻ്റ് കേട്ടോ. ഇനി അതുകൊണ്ടാണോ ബ്ലാക്ക് കാനിയൻ പേര് വന്ന് കത്തിപ്പോയതുകൊണ്ടാണോ? കത്തി പിടിച്ചിട്ടാണോ ബ്ലാക്ക് കളറായി പോയേ? പറയാൻ പറ്റില്ല. അമ്പോ, ഒരു ഭീകരത. ലെഫ്റ്റ് സൈഡ് നോക്ക്. മറ്റേ പ്രേത പടത്തിലോ കാണുന്ന ആ മരങ്ങളില്ലേ, ചില്ലകൾ മാത്രമുള്ള അതേപോലെ ഒരു. ഓ എൻ്റെ മോനെ, ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്ന് കത്തുന്നുണ്ടോ ഈ മൗണ്ടൈൻ മൊത്തം? ഒന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ, ദേ വിസിറ്റേഴ്സ് സെൻ്റർ എത്തി. ഇല്ല, എത്തിയത് ഇതാണ്. ഇവിടെ ഇവിടെ ഇവിടെ. ഓ മൈ, അതൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇറങ്ങാം. നമുക്കിപ്പോൾ വിസിറ്റർ സെൻ്ററിലേക്ക് പോവാം. In 1000 feet, turn right. നമ്മളങ്ങനെ ദേ ഇവിടുത്തെ വിസിറ്റർ സെൻ്ററിലെത്തി. ഇതാണ് വിസിറ്റർ സെൻറ്റർ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ട്രെയിലുണ്ട്, അതിനങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റും കേട്ടോ. അതിന് മുന്നേ അവിടെ പോയിട്ട് ഈ ജസ്റ്റ് പാസിനെ പറ്റി ഒന്ന് ചോദിച്ചു. അവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, പാസിനെ പറ്റി ഒന്ന് ചോദിക്കാനുണ്ട്. പിന്നെ അതുപോലെ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരിക്കും. ഇപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ആദ്യം ഇതിനുള്ളിൽ നിന്ന് കയറട്ടെ. നമ്മളിവിടെ നിന്നുള്ള ആ വ്യൂ പോയിൻറ്റിലേക്ക് പോകാം കേട്ടോ. ഈ വിസിറ്റർ സെൻറ്ററിൻ്റെ തൊട്ട പുറകെ തന്നെയാണ് അതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്. എനിക്ക് ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം. അതെ, ഇത് കണ്ട. നമുക്ക് ആ ട്രെയിൽസ് കൂടി ഇങ്ങനെ നടന്നു പോയിട്ട് ആ എൻഡ് വരെ പോവാം. നമുക്ക് പോവാം. എന്നാൽ ഇതിൻ്റെ നമ്മൾ വരുന്ന വഴി കണ്ടില്ലേ, ഇവിടെ മൊത്തം കത്തിപ്പോയത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടുന്ന് നമ്മൾ പാസ് എടുക്കുന്ന സമയത്ത് ഒരു സ്ലിപ്പ് പോലെ സാധനം തരും. അതിനകത്ത് ഇവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 ജൂണിലാണെന്ന് തോന്നുന്നു. അവരുടെ ജൂണിലാണോ ജൂലൈയിൽ ഒരു ഇടിമിന്നൽ ഈ മൗണ്ടനിൽ എവിടെയോ ഒന്ന് അടിച്ചു. ഏകദേശം 4000 ഏക്കർ ഭൂമി കത്തിപ്പോയി. അതിൻ്റെയൊക്കെ ഇതേ ഇത്രയാണ് ഇവിടെ കിടക്കുന്നത്. കണ്ട, കണ്ട, ഇതൊക്കെ കത്തിപ്പോയതാണ്. ഒരു ഇടിമിന്നലിൽ സംഭവിച്ച കാര്യമാണിത്. 4000 ഏക്കർ കാട് മൊത്തം കത്തിപ്പോയി ഒരു ഇടിമിന്നലിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ മോനെ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു മിസ്സായി പറഞ്ഞേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ ഇവിടെ ഒരു ആസ്ട്രോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗാലക്സി വേറെ സ്ഥലത്ത് കാണുന്നതിനെക്കാട്ടും കൂടുതൽ വിസിബിളായിട്ട് കാണുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പം അത് ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ആസ്ട്രോ ഫെസ്റ്റ് എന്ന് പറഞ്ഞത് മറ്റന്നാളായിരുന്നു. നമുക്കത് ജസ്റ്റ് മിസ്സായി പോയി, ഇല്ലെങ്കിൽ നമ്മൾ നിന്നേനെ. ഇവിടെ കണ്ട, ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഗാലക്സി കാണുന്നതിനെ പറ്റിയൊക്കെ. അപ്പം നമുക്ക് ഈ വ്യൂ ഒക്കെ ഒന്ന് കാണാമല്ലോ. ഓക്കെ, സത്യം പറയാലോ ജീവൻ കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ, രണ്ട് സൈഡിലും ഇത്ര അടി താഴ്ചയിൽ കൊക്ക അങ്ങോട്ട് താഴോട്ടേക്ക്, താഴത്ത് വീണാൽ തീർന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് നമ്മൾ ആക്ച്വലി നടക്കുന്നത് ഇപ്പം അവിടെ കാണുന്നില്ല, അതേപോലത്തെ ഒരു ചെറിയൊരു പാറേൻ്റെ മുകളിലാണിത്. ഇതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കുത്തനെ താഴോട്ടേക്ക് പോകുക. ഇത് 360 ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ചിലപ്പം അതിൻ്റെ ഒരു ഭീകരത ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, താഴെ പോയാൽ പോയി,
പിന്നെ ആളെ നോക്കണ്ട, ബോഡി ചിലപ്പം താഴത്തുനിന്ന് കിട്ടുമായിരിക്കും, ചത്ത് തീർന്ന്, ചിലപ്പോൾ അതും കിട്ടിയെന്ന് വരില്ല. ഭയങ്കര പിടിച്ചിട്ടാണ് നടക്കുന്നത്, ഒരു രക്ഷയില്ല. ആദ്യമായിട്ട് ഞാൻ ഇത്രയും ഒരു ഹൈറ്റിൽ, ഐ മീൻ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ പോകുന്ന കേട്ടോ, ഒരു വ്യൂ പോയിൻറ്റിൽ ഞാൻ ഇങ്ങനത്തെ ഒരു വ്യൂ പോയിൻറ്റിൽ പോകുന്ന. അങ്ങനെ പണ്ട് കൊടൈക്കനാലിൽ ഡോൾഫിൻ ഹൗസിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതിനേക്കാട്ടൊക്കെ ടെററായിട്ട് എനിക്കിവിടെ തോന്നുന്നുണ്ട്. കാരണം എവിടെ നോക്കിയിരുന്നെങ്കിൽ ഇത് മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമായിരുന്നു ആ ഒരു ഇത്ര താഴ്ചയുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് നമ്മൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ രണ്ട് സൈഡിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര താഴ്ചയാണ്. എൻ്റെ മോനെ സത്യം പറയാം, ലോകം നടക്കുമ്പോഴേ എനിക്കതെ ഇങ്ങനെ വിറച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. ഇങ്ങനെ പോയിട്ട് നമുക്ക് ആ എൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നിട്ടും കാണാൻ പറ്റും. കിടുങ്ങാട്ടോ. എനിക്ക് തോന്നുന്നു ഒന്നും കൂടി വൃത്തിയിൽ നിങ്ങൾക്ക് 360 കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അയ്യോ, ഒരു രക്ഷയില്ല. കണ്ടോതേ, ഈ സ്ഥലത്താണ് ഇതിൻ്റെ എൻഡ് കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് ഈ വ്യൂ പോയിൻ്റ്, ഐ മീൻ ഇതിൻ്റെ ഒരു ഭീകരത ശരിക്കും അങ്ങോട്ട് മനസ്സിലാവുക. നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ആ ഒരു എന്താ പറയുക, ആ ചെറിയൊരു വേലി കഷ്ണത്തിൻ്റെ ബലത്തിലാണ് ധൈര്യത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഈ ഹൈറ്റ് പേടിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നം വരും. എനിക്ക് ഈ ഹൈറ്റ് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അത് ഞാൻ കുറയ്ക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു രക്ഷയില്ല കേട്ടോ, നടക്കാൻ പറ്റുന്നില്ല. മീൻസ് സൈഡിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിറക്കുക, അതാണ് അവസ്ഥ. ഇത് നോക്ക്, നമ്മൾ ഈ ഒരു കഷ്ണം പാറേൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അതെങ്ങാൻ പൊളിഞ്ഞു പോയാൽ തീർന്നു. എൻ്റെ മോനെ, നമ്മളിപ്പോൾ നിൽക്കുന്ന എലവേഷൻ എത്ര അറിയോ? 7500 അടി മുകളിലാണ് ഏകദേശം നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് ഒറ്റയടിക്ക് കുത്തനെ അടി താഴ്ചയിലേക്ക് അത് പോകുന്നത്. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്കിയേ, കണ്ടോ നമ്മൾ നിൽക്കുന്നത്? കണ്ടോ എവിടെയാണെന്നതാ നമ്മൾ നിൽക്കുന്ന പോയിൻ്റാണിത്. ഇത് ഇവിടുന്ന് നേരെ പോകുന്നത് ഇത്ര അടി താഴ്ചയിലോട്ടാണ്. കണ്ടോ, അവിടെ ഒരു ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്, ഒരു നദി ഒഴുകി പോകുന്നത് കാണാൻ പറ്റും. കാണിച്ചു തരാം. കണ്ടോ, അവിടെ ഒരു നദി ഒഴുകി പോകുന്നത് കണ്ടോ? എൻ്റെ മോനെ, ഈ ഇതേപോലെ കാണുന്ന ഈ ചെരുവുകളിലൊക്കെ ആയിരിക്കും മൗണ്ടൻ ലയൺസും പിന്നെ അതുപോലെ ഇവിടുത്തെ വൈൽഡ് ഷീപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ. എൻ്റെ അമ്മേ, പറഞ്ഞേ എങ്ങനെയുണ്ട് വ്യൂ? കാലിൻ്റെ അടിയിൽ നിന്നൊരു ഇത് വരുന്നുണ്ടോ? പക്ഷെ ഇതിൻ്റെ ഒക്കെ സ്ട്രക്ചർ നോക്ക് നിങ്ങൾ. ഇതൊക്കെ ആരോ ഡിസൈൻ ചെയ്ത് വെച്ച പോലല്ലേ. കുത്തനെ 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 കുത്തനെ. ദേ അവിടെ താഴത്ത് കണ്ടോ ഒരു ആ നദി തന്നെ, നേരത്തെ പോയ നദിയില്ലേ, അതാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? എൻ്റെ മോനെ, ഇതൊക്കെ വിസിറ്റ് ചെയ്യാണ്ട് പോയിട്ടുണ്ടെങ്കിലല്ലോ, അയ്യോ അടിപൊളി തന്നെ. കിട്ടില്ല. ആക്ച്വലി ഇവിടെ സൗത്ത് റിം ഉണ്ട്, നോർത്ത് റിം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് സൗത്ത് റിമിലാണ്. നോർത്ത് റിമിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഇവിടെ ക്ലോസ് ചെയ്തേക്കാണ്. പിന്നെ അപ്പുറത്ത് കൂടി ഇതിൻ്റെ വേറെ ഇതിൻ്റെ നോർത്ത് റിമിൽ കൂടി കയറാനുള്ള റോഡുണ്ട്, പക്ഷേ അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ
കാട്ടുതീ കാരണം എല്ലാം കത്തിപ്പോയി. അതുകൊണ്ട് അവിടെ ക്യാമ്പിങ് ക്ലോസ് ചെയ്തു, അങ്ങനെ എല്ലാം ക്ലോസ് ചെയ്തു, വിസിറ്റ് ചെയ്യുന്ന എല്ലാം ക്ലോസ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു വിൽഡർനെസ് പാസ് ഉണ്ട്. അതായത് ഈ ക്യാനിയൻസ് ഇല്ലേ, ഇപ്പോൾ കാണിച്ചേക്കുന്ന ക്യാനിയൻസ്, ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് താഴെയുള്ള അരുവീൻ്റെ അടുത്ത് അത് കൂടിയൊക്കെ, അതായത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ പാറകളുടെ ഇടയിലേക്ക് നമുക്ക് കയറി ചെന്നിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് തിരിച്ചു വരാനുള്ളൊരു പാസ്സാണത്. അതൊക്കെ ഇപ്പം ക്ലോസ് ചെയ്തേക്കാണ് കറൻലി. ഈ ക്യാനിയൻസ് ആണ് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും താഴ്ചയേറിയതും പിന്നെ അതുപോലെ ഏറ്റവും നേർത്തതും പിന്നെ അതുപോലെ ഏറ്റവും കുത്തനെയായിട്ടുള്ള ക്യാനിയൻസ് കേട്ടോ. ഇത് ഒരു അൺബിലീവബിൾ എന്നൊക്കെ പറയൂലേ, ആ സംഭവം. ഇങ്ങനെയും ഭൂമിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയും ഭൂമിയിൽ സ്ഥലങ്ങളുണ്ട്. പോവാന്നാൽ ഇനി ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് പോട്ടെ. ഇതിന് ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പറ്റില്ലോ, ഇതിന് ബ്യൂട്ടിഫുൾ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നുക, ഭയങ്കര ഒരു ഭീകരതയാണ് അതിന്. ബ്യൂട്ടിഫുൾ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എന്ത് പറയണമെന്നും അറിയില്ല. അതാണ്. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വിസിറ്റിംഗ് സെൻ്ററാണ് ഇവിടെ സെറ്റാക്കി വെച്ചേക്കുന്നത്. ഇവിടെ നല്ല ഒരുവിധം എല്ലാം. ഇത് ബൈ ദ വേ ഇത് നാഷണൽ പാർക്കാണ് കേട്ടോ. സ്റ്റേറ്റ് പാർക്സും ഉണ്ട്, നാഷണൽ പാർക്കും ഉണ്ട്. ഇത് നാഷണൽ പാർക്കാണ്. ഓക്കെ, എന്തായാലും അവിടേക്കൊരു ട്രെയിലുണ്ട്, അവിടെ പോയി നോക്കാം. നേരത്തെ ഞാൻ പറയുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. ബാ അവരുടെ നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ട്രെയിൽ എല്ലാം കത്തിപ്പോയതാണ്. പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ തെഴുത്ത് വരുന്ന ചെടികൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിവിടുന്ന് പതുക്കെ പോവാണ്. ഈ കാഴ്ചയൊക്കെ കണ്ടു, അടിപൊളി. ഇനി നേരെ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോവാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ടെൻ്റ് അടിക്കണ്ടേ, കരടിക്കാട്ടിൽ കിടക്കണ്ടേ? അയ്യോ. ഓക്കെ, പോവാം. അങ്ങനെ നമ്മളുടെ ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹൈവേ നിന്ന് ഇച്ചിരി ഉള്ളോട്ടുള്ള ഒരു ഓഫ് റോഡ് പോലത്തെ സെറ്റപ്പിലുള്ള റോഡ്. അമ്മേ, കാട്ടിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. അതാ കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് റോഡ്. കേറ്റം ക്യാമ്പ് ഗ്രൗണ്ട് ഇവിടെ വെച്ചിട്ട് നടന്നു പോകേണ്ടി വരുമോ? ഈശ്വര, അല്ലല്ല, നമുക്ക് RV സൈറ്റാണ്, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ നിർത്തിയിട്ട് പോവാം. ആഹാ, അടിപൊളി ഏരിയ അല്ലേ, കൊള്ളാം. ഇവിടെ നേരത്തെ കണ്ടില്ലേ, ഇവിടെ നേരത്തെ വരുന്ന സമയത്ത് പറഞ്ഞില്ലേ ഈ കാട്ടിനുള്ളിലൊക്കെ ക്യാമ്പ് ഗ്രൗണ്ട് എങ്ങനെ എടുക്കുകയെന്ന്. അതാണ് ഈ സ്ഥലം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, മറ്റേ വിസിറ്റേഴ്സ് സെൻ്ററോ? ഓ, 1 ആണത്. നമ്മുടെ എത്രയാ? ആ, അവിടെ ഹോസ്റ്റ്. ഇവിടെ ഹോസ്റ്റ് നിൽക്കുന്നതേ RVയിലാണ്. നോക്കിയേ. എക്സ്ക്യൂസ് മീ, ഹായ്. ആ, വന്നു. Good evening. Hi, good evening. How you doing? Yeah, good. How are you? That's all we have. How are you? Good. We're here right now. Okay. So you go down the hill, go down past the dumpster, All right. go down the hill, Uh-huh. and make this first curve, and it's right there. Okay. Okay? All right, cool. Right. I'll get your license plate. Yeah. It's BCY. Oh, you know what it is? Yeah, Okay, good. it's BCY. BCY. Arkansas. What part of Arkansas? Yeah. That northwest side. Northwest? Yep. Okay, cool. So, been in this area for a while? No, this is the first time. Okay, good. So what about the beer activities also? It's all safe, right?
We had one night last week. We had one come in, site 17, which is Oh. down here, ഓക്കെ. and he got. നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് പറയുമ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു മക്കളിൽ ഒരാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഗ്രാൻഡ് ഡോട്ടർ പേര് പറഞ്ഞു. എന്നിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കുറേ ചടങ്ങുകളൊക്കെ കണ്ടിട്ട് ഭയങ്കര അതിശയപ്പെട്ടു. മറ്റേ മെഹന്തി ഇട്ടു, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. മെഹന്തി ഇടുന്നത് അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ തോന്നുന്നു കല്യാണം കഴിച്ചത്. എനിക്ക് തോന്നുന്നു കുറേ അതിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അതിനുശേഷം അവർ ശ്രീലങ്കയിൽ പോയി, മാൽദീവ്സ് പോയി എന്നൊക്കെ പറഞ്ഞു. ഇന്ത്യ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞത്. ഇന്ത്യക്കാരെ കുറിച്ച് ഭയങ്കര അടിപൊളി അഭിപ്രായമാണ്. പുള്ളി ഇത് അവിടെ തന്നെ കേട്ടോ താമസിക്കുന്നത്. ഹോസ്റ്റ് ഒരു RV സെറ്റപ്പിലൊക്കെ ആയിട്ട് നൈസ്. We'll leave a week from Sunday, the 28th. Oh, okay. So we're just here for the summer. We live in Arizona. Arizona. Oh, nice. Have a great Thank you night. so much. Enjoy. Yeah. Bye. You bet. Have a good night. Yeah, night. അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഫയർവുഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. വേറെ വന്നാലും ഫയർവുഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മറ്റേ പ്രാണി ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ക്യാമ്പ് സൈറ്റിലെത്തി. നല്ല അടിപൊളി ക്യാമ്പ് സൈറ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെയാണ് നമ്മളിന്ന് ടെൻ്റ് അടിക്കാൻ പോകുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ടെൻ്റ് അടിക്കും. തൊട്ട ബാക്കിൽ കൂടി ചെറിയൊരു നദി ഒഴുകി പോകുന്നുണ്ട്. കുറേ ആൾക്കാർ, വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ മാത്രം ഇവിടെ ചെറിയ ടെൻറ്റ് സെറ്റപ്പ് ആയി വന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കി മറ്റേ ബംഗ്ലാവാന്ന് തോന്നുന്നത്. ഒരു ലോറീൻ്റെ പുറകിൽ RV മൊത്തം കണക്ട് ചെയ്തിട്ട് വന്നേക്കുക, വലിയത്. അതിനകത്ത് ബെഡും അങ്ങനെ ബെഡ്റൂം സെറ്റപ്പൊക്കെ ഉണ്ടാവും. പിന്നെ തന്നെ കുറേ ആൾക്കാർ ഓൾറെഡി കുക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി. നൈസ്. വന്നപ്പോൾ തന്നെ അടുത്ത വീട്ടിലേക്കാണ് കേട്ടോ. അടിപൊളി. ഇതിൽ കൂടിയൊക്കെ അങ്ങനെ പോവാം. അടിപൊളി കേട്ടോ. അതാ ഞാൻ ഒരു മിനിറ്റേ, ഞാൻ ലോ ലൈറ്റിലേക്ക് എടുക്കട്ടത്. ഇത് ചിലപ്പം ക്ലിയറായി കാണില്ല. കൊള്ളാം. അടിപൊളി. സൈഡിൽ കൂടി നമുക്ക് ഒരു റിവർ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കരടി വെള്ളം കുടിക്കാനല്ല, മീൻ പിടിക്കാൻ വരും. കരടി മീൻ പിടിക്കാൻ വരാൻ ചാൻസ് ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ. അവിടെ എല്ലാവരും ചുറ്റിലുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല, സേഫായിരിക്കും. അടിപൊളി. ഓക്കെ, നല്ല ഏരിയ. നമ്മൾ മുകളിൽ കൂടിയാണ് വന്നത് കേട്ടോ. കൊള്ളാം. നോക്കുക, വേഗം സെറ്റപ്പ്. ഇതാ തീ കത്തിക്കണോ, പരിപാടി ഉണ്ട്. വേഗം നടക്ക്. ഞങ്ങൾക്ക് ആദ്യത്തെ ക്യാമ്പ് സൈറ്റിൽ മറ്റേ കുക്കിംഗ് ചങ്ക്സാണ് എടുത്തിട്ട് വന്നത്. അതെടുത്തിട്ട് കത്തിച്ചിട്ട് ഒന്നാരി പുകഞ്ഞ് ഇതായി. ഇത് നമുക്ക് തീയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. വേഗം പരിപാടി നോക്കണം, ഫുഡ് ഉണ്ടാക്കണം. സാൽമനൊക്കെ വാങ്ങിയില്ലേ നമ്മൾ? സാൽമൺ ഫുഡ് ഇത് വാങ്ങിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ഞങ്ങൾ സാൽമനും മറ്റേ ഇതും എടുത്ത്, എന്തായാലും അറിയാലോ, സാൽമൺ എടുത്ത് പറഞ്ഞില്ല നമ്മൾ. അതുകൊണ്ട് കുക്കിംഗ് ജങ്സിന് പകരം അത് വാങ്ങുന്നതിന് പകരം വുഡ് ഇവിടുന്ന് വാങ്ങിച്ചിട്ടോ. $10 ഈ ഒരു കിറ്റിന്. അപ്പോൾ നമ്മൾ നേരെ തീ കത്തിക്കുന്നു. ബാക്കിയുള്ള പരിപാടി നോക്കട്ടെ, പൊളിക്കാം. ഇന്ന് ക്യാമ്പ് ഫയർ ഇട്ടത് സക്സസ് ആയി. അത് വുഡിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ടെൻറ്റിങ് സെറ്റപ്പ്. ലൈറ്റൊക്കെ വാങ്ങിച്ച്, സ്ട്രിപ്പ് ലൈറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ടെൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാറ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള സാൽമനും പിന്നെന്താ സാലഡും ഉണ്ട്. അത് ഒരു കോഫി നിർബന്ധം. തണുപ്പുണ്ട് പക്ഷേ ആദ്യത്തെ ക്യാമ്പിന് എത്ര തണുപ്പില്ല. ഇത് ഓക്കെയാണ് അല്ലേ? കൈ ഫ്രീസ് ആയത്. അത് മറ്റേ പാക്കുണ്ട് വേണമെങ്കിൽ, അത്യാവശ്യമാണ് ആ പാക്കുണ്ട്. ഇവിടെ ബാക്കി ആരും ഇല്ല, ആരും കാണുന്നില്ല, കിടന്നുണ്ടാവും, അതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ഫുഡൊക്കെ ഇതിനകത്തിട്ടിട്ട് ഞങ്ങൾ ഈ ഒരു വ്ളോഗ് വലിപ്പിക്കുന്നില്ല. ഓക്കെ, സോ ഗൈസ്, നേരെ ടെൻറ്റിലേക്ക് കയറി. ഭയങ്കര തണുപ്പാണ്. അപ്പോൾ കുറച്ച് കാലും കൈയൊക്കെ ഒന്ന്
തീയിലിട്ട് ചൂടാക്കി കയറി. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതൊക്കെ വീഡിയോസ് മൊത്തം ഇരുന്നിട്ട് ലാപ്പിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് നാളെ വീഡിയോ ചെയ്യാൻ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഉള്ള വീഡിയോസ് മൊത്തം 360 നിന്നും നമ്മുടെ വ്ളോഗിങ് ക്യാമറയിൽ നിന്നും ഒക്കെ എല്ലാം മാറ്റിയിട്ട് കിടന്നുറങ്ങണം. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോയിൽ പുതിയ കാഴ്ചയിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.